നമ്മൾ എന്തിനാ അവരോടൊപ്പത്തിനൊപ്പം തർക്കിക്കുന്നത്? മരിച്ചവരുടെ വീടായിരിക്കും, അത് അവരുടെ സ്വഭാവമുള്ളതാണ്. നമ്മളെന്തിനാ ഒപ്പത്തിനൊപ്പം? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ നടക്കുന്ന എലക്ഷൻ ജനാധിപത്യ രീതിയിലുള്ള എലക്ഷനാണ്. അപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള എലക്ഷൻ നടക്കുന്ന സമയത്ത് ഏതൊരു സ്ഥാനാർത്ഥിക്കും എവിടെ വേണമെങ്കിലും പോയി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്താനുള്ള അവകാശമുണ്ട്. പാലക്കാട് സൗത്ത് മണ്ഡലത്തിൽ രമേശ് പിഷാരടി പര്യടനം നടത്തുന്നതിനിടയിൽ രമേശ് പിഷാരടിയെ തടഞ്ഞേക്കാണ് സംഘികൾ. ഈ സ്ത്രീക്ക് വിവരമില്ലേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ മറ്റുള്ളവരെയും കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വേറെ പല ഗൂഢലക്ഷ്യങ്ങളും കൂടിയുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. കുറച്ച് ദിവസം മുന്നെയാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ ഒരു UDF സ്ഥാനാർത്ഥി ചെന്നപ്പോൾ അവിടുത്തെ SFI പ്രവർത്തകർ അയാളെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കടത്തിവിടുന്നില്ല, തടഞ്ഞു നിർത്തി. ഇപ്പൊ വേറൊരു UDF സ്ഥാനാർത്ഥിയെ BJP-ക്കാർ തടഞ്ഞു നിർത്തുന്നു. സത്യത്തില് ജനാധിപത്യപരമായിട്ടുള്ള എലക്ഷന്റെ മൂല്യം കൂടി തകർത്ത് കളയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് മേൽക്കോയ്മയുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റൊരാളെ കടത്തിവിടില്ല. അതെന്തുകൊണ്ടാണ് കടത്തിവിടാത്തത്? എന്തുകൊണ്ടാണ്? ഇവരെ പേടിയാണോ? ഞാൻ ആദ്യം ഈ രമേശ് പിഷാരടി ഇലക്ഷന് മത്സരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇയാൾക്ക് വേറെ പണിയില്ലേ, ജയിക്കുമോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് കുറച്ചും കൂടി മേൽക്കോയ്മയുണ്ട്. 2ാം സ്ഥാനത്തൊക്കെ വന്നതാണ്. അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കാരണം വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വനിതയാണ്. അവർക്ക് അത്രയും രാഷ്ട്രീയപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് കൂടുതലാണ്. അവരുടെ പാർട്ടി ഏതുമായിക്കോട്ടെ. പക്ഷെ അവർക്ക് രാഷ്ട്രീയത്തിൽ കുറേയും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയുടെ ഒപ്പം മത്സരിക്കുമ്പോൾ രമേശ് പിഷാരടി എന്ത് ധൈര്യത്തിലാണ് മത്സരിക്കുന്നത് എന്നായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ ഇപ്പം രമേശ് പിഷാരടിക്ക് സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പല സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും മെച്യൂർ ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ഒന്നുമല്ല സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നടന്ന ഈ ഒരു അന്യായത്തെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം എന്തുമായിക്കോട്ടെ, പര്യടനത്തിന് പോകുമ്പോൾ മറ്റുള്ളവരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിനൊരു അവകാശമുണ്ട്. അത് പൊതുവഴിയാണ്. പൊതുവഴിയിലൂടെ ആർക്ക് വേണമെങ്കിലും കടന്നു പോകാം, സഞ്ചരിക്കാം. അതിനുള്ള അവകാശം എല്ലാ മനുഷ്യന്മാർക്കുമുണ്ട്. ആ തടഞ്ഞു നിർത്തുന്ന സ്ത്രീ ഒരു മെമ്പറാണെന്ന് പറയുന്നു. അപ്പം ഒരു കാര്യത്തെ പറ്റിയിട്ടും ബോധമില്ലാത്ത കുറെ എണ്ണങ്ങൾ ഇങ്ങനെ അങ്ങ് ഇറങ്ങിയേക്കാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ ലക്ഷ്യം രമേശ് പിഷാരടിയാണ്. എന്തൊക്കെയോ കാരണത്താൽ രമേശ് പിഷാരടിയെ പാലക്കാടുള്ള പല ആൾക്കാരും സംഘികളും പേടിക്കുന്നുണ്ട്. അതിന് കാര്യം, ഒന്നാമത്തെ കാര്യം, രമേശിന് കുറച്ചും കൂടി ഒരു ജനങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് വളരെ മെച്യൂറായിട്ടുള്ള രീതിയിലാണ്. വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ മെച്യൂറായിട്ടുള്ള രീതിയിലാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ കുറച്ച് PR ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്തോ കാരണത്താൽ രമേശ് പിഷാരടിയെ പേടിക്കുന്നു. ആ പേടിയുടെ ഭാഗമായിട്ടാണ് ഈ തടഞ്ഞു നിർത്തൽ. ഇവിടെ വേറൊരു ചതിയും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ തടഞ്ഞു നിർത്തുന്നത് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീ തടഞ്ഞു നിർത്തുമ്പോൾ അവിടെ ഉന്തും തള്ളും ഉണ്ടാകും. ചിലപ്പോൾ രമേശ് പിഷാരടി എതിർത്തെന്ന് വരും, തിരിച്ച് ചോദ്യം ചെയ്തെന്ന് വരും. അങ്ങനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീ വിരുദ്ധതയായി. ആ സ്ത്രീയെ പിടിച്ച് തള്ളി അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി എടുക്കാനും കൂടിയിട്ടാണോ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചതി കാണിച്ചത് എന്നാണ് എൻ്റെ ഒരു സംശയം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് വിവാദമായി. എന്നാൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രമേശ് പിഷാരടി ഇതിനെ ഹാൻഡിൽ ചെയ്ത രീതിയാണ്. അവിടെ വിവാദത്തിന് പോയില്ല, വഴക്കിന് പോയില്ല, പ്രശ്നത്തിന് പോയില്ല. വളരെ മാന്യമായിട്ട് തന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. മാത്രമല്ല മാധ്യമങ്ങളോട് വളരെ മെച്ചറായ രീതിയിലാണ് ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് അദ്ദേഹം സംസാരിച്ച ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഞാനും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്, ഒന്നാമത് എനിക്കെതിരെ ഒച്ചയെടുത്തുകൊണ്ട് വന്നത് ഒരു സ്ത്രീയാണ്. ഞാനെന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയായി എന്നെ വല്ല ഭേദ്യം ചെയ്യാൻ വന്ന് ഞാൻ വല്ല തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടുന്നായി. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൈ പുറകെ കെട്ടി ആദ്യം നിന്നു. ഒരു ചെറിയ സ്ഥലത്ത് ശക്തിയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് അവിടെ ബാക്കിയുള്ള പാർട്ടികൾ പ്രചരണത്തിന് വരരുത്, അവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്ര ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. അവരൊരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മെമ്പറാണ്. അവർ ഭരണഘടന അറിയാത്തതുകൊണ്ടാണോ, ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണോ നമ്മളൊരു പൊതുസ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ നമ്മളോട് വന്നിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇതിൽ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് അവർ തന്നെ പറയട്ടെ. ഞങ്ങൾ പ്രചരണാർത്ഥം പോയി. ഞങ്ങളുടെ പ്രചരണ വണ്ടി ഇത്തിരി വലുതാണല്ലോ, അത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു പറ്റം സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു, കുറേ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങുകയും
അവരുടെ അടുത്ത് പോയി അവരോട് വർത്താനം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം അതിലൊരു അമ്മ എന്നോട് വീട്ടിലോട്ട് വരുമെന്ന് ചോദിച്ചു, അകത്തോട്ട് വരുമെന്ന് ചോദിച്ചു. ഞാൻ പൊതുവേ നമുക്ക് ഈ പരിമിതമായ സമയമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരുപാട് വീടുകളിൽ പോകുന്നില്ല. കാരണം ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയില്ല എന്നുള്ള പരാതി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വീടുകൾ പോക്ക് കുറവുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, എന്നാൽ അവിടെ വന്നൊന്ന് തൊഴുതിട്ട് പൊക്കോളൂ എന്ന് എന്നോട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ നടക്കാമെന്ന് പറഞ്ഞു. പ്രചനാർത്ഥം അല്ല കേട്ടോ, ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. വടക്കന്തറ അമ്പലത്തിൻ്റെ പുറകിൽ മനക്കൽ തൊടിയോ അങ്ങനെ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. ഞാൻ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോൾ എപ്പോഴും പരിചയപ്പെടാനൊക്കെയുള്ള വിചാരത്തിലാണ് ഞാൻ. ഇവർ വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും ഇതിൽ നിങ്ങൾ ആരെയും കയറ്റി വിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. അപ്പോഴേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇത് നിങ്ങൾ കേട്ടല്ലോ, അതിനെപ്പറ്റി എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ അത് നേരത്തെ തിരിച്ചറിഞ്ഞു. അതായത് ഇങ്ങനൊരു സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് വളരെ മെച്യൂറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു. തിരിച്ച് പ്രതികരിക്കുകയോ തിരിച്ച് കൈ ഉയർത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് പുള്ളിക്കാരൻ അറിയാവുന്നത് കൊണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് മാന്യമായിട്ട് തിരിച്ചു പോകുന്നു. അവരുടെ ആ ഒരു അന്തസ്സിലേക്ക് താഴ്ന്നില്ല. വല്ലാത്ത അന്തസ്സ് തന്നെ. സ്ത്രീകൾ ഇത്രയും അന്തസ്സില്ലായ്മ കാണിക്കാൻ പാടില്ല. കാരണം പുരുഷന്മാർ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സ്ത്രീകൾ ഇത്രയും അന്തസ്സില്ലായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഫ്രീ ആയിട്ട് പിഷാരടിക്ക് PR ചെയ്തു കൊടുത്തു. കുറച്ചും കൂടി പിഷാരടി എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും അയാൾ വളരെ മെച്ചുറായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ മെച്ചുറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. പാർട്ടി നോക്കാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ എപ്പോഴും ഒരു സ്ഥാനാർത്ഥി മെച്ചുറാണോ, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇത്തരം സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കും. ഇപ്പോൾ വാർത്തയായി, ഇന്ന് ഫുള്ളി ഒരു വാർത്തയായിരിക്കും. രമേശ് പിഷാരടിയെ തടഞ്ഞു, രമേശ് പിഷാരടിയുടെ പ്രതികരണം, രമേശ് പിഷാരടിയോ ഇത്രയും മാന്യമായിട്ട് മെച്ചുറായിട്ട് ആ മനുഷ്യൻ സംസാരിച്ചല്ലോ എന്നായിരിക്കും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിന്തിക്കുക. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ രമേശ് പിഷാരടിക്ക് ഫ്രീ ആയിട്ട് PR ചെയ്ത് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇതിപ്പോൾ വിവാദമായി. കാരണം ഇപ്പോൾ BJPക്ക് ഒരു അടിയായി, ഒരു ക്ഷതമേറ്റതുപോലെയായി. കാരണം ഒരു സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തുക, BJPയുടെ പേരും പറഞ്ഞിട്ടാണ് തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJP സ്ഥാനാർത്ഥിക്കും അതൊരു ക്ഷതമാണ്. അപ്പോൾ ഒരു തിരിച്ചടിയായി, ഇതൊരു പ്രശ്നമായി, വിവാദമായി എന്നറിഞ്ഞപ്പോൾ ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് വേറൊരു രീതിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന മെച്ചുറായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വനിത, ഒരു പൊളിറ്റീഷ്യൻ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വേറൊരു രീതിയിൽ ആയിരിക്കണമായിരുന്നു. പക്ഷേ അവർ ഹാൻഡിൽ ചെയ്തത്, അവർ നേരെ പറഞ്ഞത് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പിഷാരടി പറഞ്ഞു. അതുകൊണ്ടാണ് തടഞ്ഞു നിർത്തിയത് അത്രേ. ഈ തടഞ്ഞു നിർത്തുമ്പോൾ ആ സ്ത്രീ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടേക്ക് കയറണ്ട, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് തടഞ്ഞു നിർത്തുന്നത്. ഇപ്പൊ അതിനെ തിരിച്ചു. ഇപ്പൊ രമേശ് പിഷാരടി സ്ത്രീ വിരുദ്ധനായി. എങ്ങനെ ഇരിക്കുന്നു? രമേശ് പിഷാരടി മാപ്പ് പറയണം അത്രേ. എന്തിന് രമേശ് പിഷാരടി മാപ്പ് പറയണം? ഇപ്പൊ അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. BJP പ്രവർത്തകരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. രമേശ് പിഷാരടി മാപ്പ് പറയണം. എന്ത് കാര്യത്തിനാണ് രമേശ് പിഷാരടി മാപ്പ് പറയേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനകത്ത് വലിയ രീതിയിൽ പ്രതികരണം ഒന്നും നടത്തിയില്ല. കാരണം ഇലക്ഷൻ ആകുമ്പോൾ വിവാദം വരുന്ന രീതിയിലുള്ള പ്രതികരണം ഒന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം എന്നാണ് രമേശ് പിഷാരടി സംസാരിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീവിരുദ്ധതയായി പോയത്. അത് വിവാദത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ മാന്യമായിട്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. അതിനകത്ത് ഇത്ര സ്ത്രീവിരുദ്ധത എന്താണ്? അത് മാത്രമല്ല, അദ്ദേഹം എന്തിനു മാപ്പ് പറയണം? അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അയാളെ തടഞ്ഞു നിർത്തിയത് മറ്റുള്ളവരാണ്. അയാളെ തടഞ്ഞു നിർത്തി അവിടെ ഒരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ച് അയാൾക്കെതിരെ കുറച്ചും കൂടി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നോക്കിയതാണ്. പക്ഷേ വിവാദമായില്ല. അയാൾ അത് വളരെ ഡീസൻ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അങ്ങനെ വിവാദമാകാത്തിടത്തോളം കാലം അദ്ദേഹം മാപ്പ് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം അവിടെ തെറ്റായിട്ട് എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാപ്പ് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മാന്യമായിട്ട് വോട്ട് ചോദിക്കുക, ഇലക്ഷൻ പര്യടനം നടത്തുക, പ്രചരണം നടത്തുക, മാന്യമായ രീതിയിൽ ഈ ഒരു ഇലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ നോക്കേണ്ടത്? ഉറപ്പിച്ച സീറ്റ് ഇപ്പം തള്ളിക്കളഞ്ഞു. അവർ ബുദ്ധിമോശം കാണിച്ചു എന്ന് തന്നെ ഞാൻ പറയും. BJP പ്രവർത്തകർ ബുദ്ധിമോശം കാണിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ശോഭാ സുരേന്ദ്രന് ജനപ്രീതി കൂടിയ സ്ഥലത്ത് അവരായിട്ട് തന്നെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ജനപ്രീതി കുറയും. അപ്പം ബുദ്ധിമോശം എന്തിനാണ് കാണിക്കുന്നത്? ഫ്രീ ആയിട്ട് രമേശ് പിഷാരടിക്ക് ഒരു PR കിട്ടി.